സുഹൃത്തുക്കളെ നമസ്കാരം. പലർക്കും എച്ചെടുക്കുമ്പോഴൊരു പ്രശ്നമാണ് വണ്ടി എഞ്ചിൻ ഓഫായി പോവുക. അതുപോലെ തന്നെ ഓവർ ടെൻഷൻ അല്ലേ? വളരെ പേടിയോടുകൂടി എച്ചെടുക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. എച്ചെടുക്കാൻ പോകുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എച്ചെടുക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ ക്ലച്ച് ബാലൻസിങ് കറക്റ്റ് ആക്കണം. അതായത് വണ്ടി ഓടാതെ നമ്മുടെ ഉപ്പൂറ്റി നിലത്തിരുന്നുകൊണ്ട് തന്നെ ആ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓടുകയും ചെയ്യരുത്, വണ്ടി നിൽക്കുകയും ചെയ്യരുത്. നമ്മുടെ കൺട്രോളിൽ കൊണ്ടുപോകാൻ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്റ്റിയറിങ് കൃത്യമായിട്ട് ബലം കൂടാതെ ഓവർ ബലം ശക്തിയും ടെൻഷനൊന്നും എടുക്കാതെ ആ സ്റ്റിയറിങ് ഓടിക്കാൻ നമ്മൾ എച്ചെടുക്കുന്നതിന് മുമ്പേ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ 2 റൗണ്ട് സ്റ്റിയറിങ്ങിന് സാധാരണഗതിയിൽ എച്ചെടുക്കുന്നത് 2 റൗണ്ട് നമ്മൾ നേരെയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ 2 റൗണ്ട് നേരെയാക്കുന്ന സമയത്ത് പലരുടെയും ശ്രദ്ധ ഈ സ്റ്റിയറിങ് നേരെയായോ എന്നുള്ള ഇതിലോട്ട് നോക്കി ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് സ്റ്റിയറിങ് നോക്കാതെ തന്നെ 2 റൗണ്ട് നേരെയാക്കാൻ നമ്മൾ പഠിക്കണം. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് 2 റൗണ്ട് കറങ്ങി വരുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റേജ് മാത്രം ഏതിലോട്ട് നോക്കിയാൽ മതി. സ്റ്റിയറിങ് ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് 2 റൗണ്ട് നേരെ ആയില്ലോ എന്ന് മനസ്സിലാവും. അതല്ലാതെ നമ്മുടെ അടയാളം കഴിഞ്ഞു പോകുന്നത് വരെയും സ്റ്റിയറിങ്ങെ നോക്കിയിരുന്നാൽ നമുക്ക് ഫെയിലായി പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളൊരു കൊച്ചാണ്, നമ്മുടെ ലൈസൻസ് എടുക്കാൻ വന്നതാണ്. അവിടുത്തെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ എച്ചെടുക്കാൻ ധൈര്യപൂർവ്വം പോവുക, പേടി വരരുത്. ക്ലച്ച് കൺട്രോളിങ് നിങ്ങളുടെ ബാലൻസ് ആക്കി എടുക്കണം. അതുപോലെ ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പേടിയുള്ള ആൾക്കാർ നിങ്ങളുടെ തൊട്ടടുത്തൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടിയോ വാഹനം ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നിരന്തരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്ത് പയ്യെ പയ്യെ നമുക്ക് ആ പേടി മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും.